നഗർ ടു നഗറിലെ ഏറ്റവും ശ്രദ്ധേയമായ, നിങ്ങൾക്ക് ഏറ്റവും രസകരമായ ഒരു സെഗ്മെന്റ് ആണ് അടുത്ത് വരുന്നത്. ഇന്ദ്രജാലം. ഇന്ദ്രജാലം സെഗ്മെന്റിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രസകരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് പ്രിയങ്കരനായ നിപിൻ നിരാവത്ത്. അപ്പൊ നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട സെഗ്മെന്റ് ഇന്ദ്രജാലം. നമസ്കാരം. മാജിക്കിന്റെ വിസ്മയ ലോകത്തേക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം. ഈ മാജിക് അവതരിപ്പിക്കുന്ന കൊച്ചു കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാനൊരു കൊച്ചു മിടുക്കി ഈ മാജിക്കിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ നോക്കിയിട്ട് അതാ ഒരു കണ്ണൊക്കെ ഉരുട്ടി ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കൊച്ചു മിടുക്കി. മോൾക്ക് സ്റ്റേജിലേക്ക് ഒന്ന് വരാവോ അങ്കിളുടെ അടുത്തേക്ക്? ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് മോളെ വേദിയിലേക്ക് ക്ഷണിക്കാം. മോളുടെ പേര് പറഞ്ഞേ. അനഹ. അനഹ, ഞാൻ കാണിക്കാൻ പോകുന്ന മാജിക് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പേടിയൊന്നും ഇല്ലല്ലോ അല്ലെ? ഇത് ചുമ്മാ ചിരിപ്പിക്കുന്ന മാജിക്കാ കേട്ടോ. ആദ്യം മോളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ കയ്യിൽ ഒരു ബോളുണ്ട്. ഈ ബോളിന്റെ കളർ എന്താണ്? റെഡ് ആണ് അല്ലെ? ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ബോളിന്. എന്നറിയാവോ? ഇത് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പോഞ്ചാണ്. കണ്ടോ? ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന ബോളാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഞെങ്ങുന്നുണ്ടല്ലേ? ഓക്കെ, ഇനി ഇത് ചെയ്യാൻ പോകുന്നത് അങ്കിള് ഈ ബോൾ എടുത്ത് ഈ കൈക്കുള്ളി ഇങ്ങനെ ഭദ്രമായിട്ട് വെക്കുന്നു. ബോൾ എവിടെ ഇരിക്കുന്നേ? കൈക്കുള്ളില്. പക്ഷെ ഇവിടെ നോക്കിയാൽ ബോൾ ഉണ്ടാവില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് അല്ലേ? വീണ്ടും ഞാനൊരു കാര്യം ചെയ്യും. ഈ ബോൾ വളരെ കൃത്യമായിട്ട് കൈക്കുള്ളി വെക്കാം. പക്ഷെ ഇവിടെ ചെന്ന് സംഭവിക്കുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ പോക്കറ്റിൽ എന്തോ ഒരു തള്ളൽ വരുന്നുണ്ട്. പക്ഷെ ബോൾ ഇവിടെ വന്നു. പക്ഷെ ഇവിടെ ബോൾ. പക്ഷെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? ഇത് സ്പോഞ്ച് ആയിരുന്നു അല്ലേ? ഈ ബോളെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ 2 ബോളാവും. കണ്ടോ? ഒന്ന് മോളുടെ കയ്യിലിരിക്കട്ടെ, ഇതും മോളുടെ കയ്യിലിരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ രണ്ടുപേരും കൂടെ മാജിക് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് ഈ ഒരു ബോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? കാണാലോ, എല്ലാവരും കാണാം. ഓക്കെ, എന്നിട്ട് ഇത് എന്റെ കയ്യിൽ വീണ്ടും ഭദ്രമായിട്ട് വെക്കുന്നു. എന്നിട്ട് ഇതെടുത്തിട്ട് മോളുടെ കയ്യിൽ മുറുക്കി ഇങ്ങനെ പിടിച്ചു. 2 കൈയോട് ടൈറ്റ് ആയിട്ട് പിടിച്ചോ. മുറുക്കി ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചു. എന്റെ കയ്യിലിരിക്കുന്ന ബോളിന്റെ കളർ ഏതാ? റെഡ് ആണ് അല്ലേ? മോളുടെ കയ്യിലിരിക്കുന്നത് റെഡ് ആണ്. ഇനിയിപ്പോ നോക്കിക്കോണം, ഇവിടെ ഇരിക്കുന്ന ഈ ബോള് ഇൻവിസിബിൾ ആയിട്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അങ്ങോട്ട് വരാൻ പോകണം. ടൈറ്റായിട്ട് പിടിച്ചോ, ടൈറ്റായിട്ട് പിടിച്ചോ. റെഡി, 1 പോയി. നല്ല കൈ ഓപ്പൺ ചെയ്ത് നോക്കി. ഇവിടെ ഞാൻ ഈ ബോൾ എടുത്തിട്ട് എന്റെ ഈ പോക്കറ്റ് വെക്കുന്നു. പക്ഷെ ഇവിടെ എനിക്ക് സംഭവിച്ചതെന്നറിയോ? ഇവിടെ എന്റെ കയ്യിൽ മറ്റൊരു കളർ ബോളുണ്ട്. അതായത് അതിന്റെ കളറ് എനിക്ക് തോന്നുന്നത് ഈ പോക്കറ്റിൽ ഇരിക്കുന്ന ബോൾ ഇത് എപ്പോഴും എങ്ങനെ വന്നിട്ടുണ്ടോ? ഇതിന്റെ കളർ പിങ്ക് ആണ് അല്ലേ? പിങ്ക് കളർ ഒരു ബോളാണ് അല്ലേ? മോളുടെ കയ്യിലിരിക്കുന്ന റെഡ് കളർ ബോളാണ് അല്ലേ? ഒരു പിങ്ക് കളർ, ഒരു റെഡ് കളർ. ഇനി ഇത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ ബോളും ഇതും കൂടെ മോള് വളരെ ഭദ്രമായിട്ട് ടൈറ്റായിട്ട് മോളുടെ കയ്യിൽ ഇങ്ങനെ ഓക്കെ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഇപ്പം 2 ബോളുകളുണ്ട് അല്ലേ? അല്ലേ? ഇനി ശ്രദ്ധിച്ച് ആ കൈയിലേക്ക് മാത്രം വളരെ ശ്രദ്ധിച്ച് നോക്കിയേ. കൈക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ഈ കൈ ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടിക്കുകയാണ്. അപ്പോഴെന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ചൂടോ തണുപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ചൂട് തോന്നുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. വളരെ സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഈ സ്പോഞ്ച് ബോളിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ എനിക്കൊന്ന് സ്പോഞ്ച് ബോൾ കീറി പോകുന്ന തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. മെല്ലെ, വളരെ മെല്ലെ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. മെല്ലെ കൈ ഓപ്പൺ ചെയ്താൽ മെല്ലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം മാജിക് ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ വേദിയിൽ വന്നതിന് സന്തോഷം. അങ്കിളിന്റെ ഒരു ഷേക്ക് ഹാൻഡ്. താങ്ക് യു. നമ്മുടെ നഗർ ടു നഗർ പ്രോഗ്രാം വളരെ രസകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്പം വിശ്രമിക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു ഷോർട്ട് ബ്രേക്ക്.